ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഊട്ടിയിലേക്ക് ട്രിപ്പ് പോവാണ്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടിപൊളി യാത്രയാണ്. അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഈ വയനാട് ചുരത്തുമലെത്തിയപ്പോൾ മഴ പെയ്തു. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്നില്ല, അങ്ങനെ ഊട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഊട്ടിയിൽ പോയി നമ്മളിവിടെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പ്. എന്താ, നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് വണ്ടി നിർത്തി ഒന്ന് പുറത്തിറങ്ങിയതാണ് കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. നമ്മളൊരു 6 മണി അങ്ങനെ ആയിട്ടുണ്ടാവും രാവിലെ. പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റോഡരികിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ അടുത്ത പരിപാടി റൂം എടുക്കണം, ഒന്ന് ഫ്രഷ് ആകണം. അപ്പോൾ ഇവിടെ റോഡരികിലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരു കുതിര മുൻപിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു യജമാൻ്റെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പോലെയാണ് ആ കുതിരയുടെ യാത്ര ഒറ്റയ്ക്ക്. അങ്ങനെ ഞങ്ങളിതാ റൂമിൽ എത്താറായി. ഞങ്ങൾ റൂം എടുത്തിട്ട് അവിടെ താമസിക്കൊന്നും ചെയ്തില്ല കേട്ടോ. വൺ ഡേ ട്രിപ്പാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആവണം, അതിന് വേണ്ടിയിട്ട് മാത്രമേ റൂം എടുത്തതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി, റൂമൊക്കെ എടുത്ത് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ നാസ്ത കഴിച്ചു. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ നാസ്ത കഴിച്ച സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കിലുക്കം ഫിലിം, മോഹൻലാലിൻ്റെ കിലുക്കം ഫിലിം അഭിനയിച്ച് ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. അപ്പോൾ ഇത് മോഹൻലാലിൻ്റെ തിലകൻ നിന്ന് ആ വീടുണ്ടല്ലോ, ആ വീടാണ് കേട്ടോ. ഈ ഇവിടെ നിന്നാണ് ഇന്നസെൻറ്റിന് ലോട്ടറി അടിച്ചിട്ട് ബോധം കിട്ടുന്നതൊക്കെ കണ്ടിട്ടില്ല, ആ ഒരു വീടാണിത്. അപ്പോൾ ഇതിപ്പോൾ ഹോട്ടലാണ്. പിന്നെ ഇത് കണ്ട, ഇത് ഒരു ഫ്ലവർ, ഈ ഒരു ഫ്ലവർ 1 വർഷത്തോളം ഉണങ്ങാതെ വാടാതെ നിൽക്കുമെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വാങ്ങിയാൽ 50 രൂപ വെച്ചിട്ട് വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ നാസ്തയൊക്കെ കഴിഞ്ഞു, എല്ലാം ഫ്രഷായി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ ഒരു യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ആ വീഡിയോ വരും. അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബോട്ട് ഹൗസിലേക്കുള്ള യാത്രേൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബോട്ട് ഹൗസിൽ വേണ്ടി ഉള്ളിൽ കയറാൻ വേണ്ടി പൈസ വേണം കേട്ടോ. 30 രൂപയാണ് ചാർജ്. അപ്പോൾ നമ്മൾ 30 രൂപ കൊടുത്ത് എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്നപ്പോൾ കുറച്ചൊക്കെ ഫ്ലവറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത്, പിന്നെ ഈ ബോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഒരു ഫാമിലി, അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 6 പേർക്ക് 800 ചില്ലറ അങ്ങനെയാണ് പൈസ പറഞ്ഞിട്ടുള്ളത്. ഒരുമിച്ചിട്ട് തന്നെ കയറണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. ആർക്കും വലിയ താല്പര്യമില്ല, എല്ലാവരും ബോട്ടിലൊക്കെ യാത്ര ചെയ്തവരാണ് മുമ്പ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എല്ലാം എടുത്തു. അങ്ങനെ തിരികെ ഉച്ചയായതുകൊണ്ട് ചോറ് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് ആട്ടോ. ഈ ഒരു ചോറിന് 100 രൂപയാണ്. വലിയ രസമൊന്നുമില്ല, ഞങ്ങൾക്ക് നാട്ടിലെ ഈ ഒരു ടേസ്റ്റൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഈ ഒരു പപ്പടം കണ്ട, ഒരു അടപ്പ്, ഒരു മൂടിൻ്റെ വണ്ണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.